ഗൈസ് നമ്മളും അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു ക്യാമറ മേടിച്ചിരിക്കുകയാണ്. ഞാനിത് മേടിച്ചിട്ട് ഒരാഴ്ചയായി കേട്ടോ. ഇത് കാനോൻ്റെ G7X എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. പോയിന്റ് ക്യാമറയാണിത്, അതായത് പവർ ഷോട്ട് G7X Mark II ആണ് ക്യാമറ. ഇതൊരു വ്ളോഗിങ് ക്യാമറയാണ്. 20 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് സാധാരണ വ്ളോഗ് ചെയ്യാനാണ് ഈ ക്യാമറ യൂസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കുറേ വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മളിതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് ഇതിൻ്റെ വീഡിയോസ് കാണിക്കണമെന്നില്ലല്ലോ. സോ ഞാൻ ജസ്റ്റ് ഇതെടുത്തു. അപ്പോൾ നമുക്കിനി മുമ്പോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം. ക്യാമറ ഞാൻ മേടിച്ചിട്ട് ഒരാഴ്ചയായി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കുമായിരുന്നു. ടോട്ടലി കിടു ക്യാമറയാണ്, ഒന്നും പറയാനില്ല. കിടു ക്യാമറ പറഞ്ഞാൽ കിടു ക്യാമറ. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറയാണ്. നിങ്ങൾ കണ്ടില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ നന്നായിട്ട് ഒതുങ്ങുന്നുണ്ട്. സോ കയ്യിൽ നന്നായിട്ട് ഒതുങ്ങുന്ന ഒരു ക്യാമറയാണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഫ്ലിപ്പ് ചെയ്തിട്ട് വ്ളോഗേഴ്സിന് യൂസ് ആവുന്നത് മെയിൻ ഇതുകൊണ്ടാണ്. ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. സോ ഇങ്ങനെ നമുക്ക് യൂസ് വ്ളോഗ് നമുക്കിത് വ്ളോഗ് ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഇതുപോലെ വ്ളോഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് ഫേസ് ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇത് ഫ്ലിപ്പ് ചെയ്ത് മടക്കി വെക്കാൻ പറ്റും. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൽ വൈഫൈ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മൊബൈലിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട്, അതായത് കാനോൻ കണക്ട് ചെയ്തിട്ട്, കാനോൻ കണക്ട് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ. തൊട്ട് മേളിൽ തന്നെ ഫ്ലാഷ് ഉണ്ട്. മടക്കി നേരകത്ത് മടക്കി നേരെ ഇതിൻ്റെ തൊട്ട് മേളിൽ കാണുന്നതാണ് ഇതിൻ്റെ മൈക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാണ് ഇതിൻ്റെ മൈക്ക്. അപ്പം ഇതിന് എക്സ്റ്റേണൽ മൈക്ക് എന്ന് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് കാണിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, ഇതിൽ HDMI, USB പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഇവിടെയുണ്ട്. 1250 mAh ബാറ്ററിയാണ്. പിന്നെ 16 GB ഒരു മെമ്മറി കാർഡും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ലോക്ക് ചെയ്യാം. ട്രൈപോഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടു ക്യാമറയാണ്. ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോസും ആ വീഡിയോസ് എങ്ങനെയുണ്ട് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതിൻ്റെ കൂടെ ഒരു ബാഗ് പൗച്ച് കിട്ടുന്നുണ്ട്. ക്യാമറ വയ്ക്കാനുള്ള ഒരു പൗച്ച് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്ട്രാപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചാർജർ. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഒരു ബാറ്ററി കൂടെ മേടിച്ചിട്ടുണ്ട്. കാരണം 2 ബാറ്ററി കരുതുന്നതായിരിക്കും ബെറ്റർ. 1250 mAh എന്ന് പറയുമ്പം ഓക്കെയാണ്. പക്ഷേ വ്ളോഗിങ് ചെയ്യുന്നവർക്ക് 2 ബാറ്ററി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാനൊരു ബാറ്ററി കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മാൻഫ്രോട്ടോയുടെ ഒരു ട്രൈപോഡും കൂടെ മേടിച്ചിട്ടുണ്ട്. മിക്ക വ്ളോഗേഴ്സും ഈ ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു 1250 1000 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. പക്ഷേ ബെസ്റ്റാണിത്, യൂസ്ഫുള്ളാണ്, സ്ട്രോങ് സാധനമാണ്. നിങ്ങൾ കടയിൽ 200-300 രൂപയ്ക്ക് സാധനം കിട്ടും. അതൊന്നും മേടിച്ചേക്കരുത്, വർത്തില്ല. ഞാൻ ഒരെണ്ണം മേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയതാണ്. സോ മാൻഫ്രോട്ടോ നല്ല ബ്രാൻഡാണ്, കുഴപ്പമില്ല. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. സോ നമുക്കിത് ഇതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, യെസ് ഓക്കെ, ഞാനിത് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതെങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട, ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ.
ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ വേണ്ടി അവർ കാണുന്ന ബെൽ ബട്ടണിലും കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.